അപ്പോൾ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നമ്മുടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഇതിന് മുന്നേ 2 വീഡിയോ ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. അതിൽ പ്രധാനമായി നമ്മൾ പറഞ്ഞത് കെ പോൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ 24-നോ അല്ലെങ്കിൽ 25-നോ നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ കോടതി ശരിവച്ചിരിക്കുകയാണ്, നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഒരു പുതിയ ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഈ സമൂഹ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് സത്യം. അതിന് തൊട്ടു പിന്നാലെ ഒരുപാട് സ്വന്തം മതത്തിൽ നിന്നും അതുപോലെ തന്നെ വിമർശകരിൽ നിന്നുമെല്ലാം വളരെ രൂക്ഷപരമായ വിമർശനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർക്ക് നേരെ ഉണ്ടായത് എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. സ്വന്തം ഇതര മതസ്ഥിൽപ്പെട്ട ഒരു സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്നത് അദ്ദേഹം ചെയ്തു എന്നുള്ള തെറ്റ് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതിനുവേണ്ടി കേൾക്കേണ്ട തെറികളെല്ലാം തന്നെ ഉസ്താദ് കേൾക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ പോൾ എന്ന് പറയുന്ന ഈ മനുഷ്യൻ കോടതിയിൽ പോയിട്ട് ആവശ്യപ്പെട്ടത് 3 കാര്യമായിരുന്നു. അതിലൊന്നും പ്രധാനപ്പെട്ടതായിരുന്നു ഒന്ന് AP അബൂബക്കർ മുസ്ലിയാരെ ഇതിൽ നിന്നും വിലക്കണം എന്നുള്ളത്. 2ാമത്തെ കാര്യമായിരുന്നു നമ്മുടെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയെ ഇതിൽ നിന്നും വിലക്കണം. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കുന്നത് വിലക്കണം. ഇങ്ങനെ 3 ആവശ്യങ്ങളായിരുന്നു ഈ പോൾ എന്ന് പറയുന്ന സുവിശേഷ പ്രവർത്തകൻ സുപ്രീം കോടതിയുടെ മുന്നാകെ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഹർജി ഇന്ന് രാവിലെ തിങ്കളാഴ്ച പരിഗണിക്കുകയും അതുപോലെ തന്നെ സുപ്രീം കോടതി ആദ്യം തന്നെ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയാണ് താങ്കൾ ഇവിടെ വന്നത് അല്ലെങ്കിൽ ആണോ എന്നുള്ള ഒരു ചോദ്യം സുപ്രീം കോടതി ഉന്നയിക്കുകയുണ്ടായി. എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ഇദ്ദേഹം ഈ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ ചിത്രത്തിൽ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു മനുഷ്യനാണ് ഈ പോൾ എന്ന് പറയുന്ന സുവിശേഷ പ്രവർത്തകൻ. പെട്ടെന്ന് പൊട്ടിമുളച്ചതാണോ എന്ന് പോലെ കോടതി ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അവസാനമായിട്ട് കോടതി പറഞ്ഞത് താങ്കൾ ഒന്നുകിൽ അപേക്ഷ പിൻവലിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ അപേക്ഷ തള്ളും, ഇത് നിങ്ങൾക്കുള്ളൊരു വാണിംഗ് ആണ് എന്ന നിലയിലാണ് കോടതി ഇന്ന് വിധിപ്രസ്താവം നടത്തിയത് എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന വളരെ മനസ്സിന് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് അക്കമിട്ട് പറഞ്ഞിരുന്നു 100% നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ വധശിക്ഷ 25-ാം തീയതി നടപ്പിലാക്കില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അതുമായി ബന്ധപ്പെട്ട് AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് തന്നെയാണ് സത്യം. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തിറക്കിയ വാർത്ത തന്നെയാണ് സത്യം. അതിൻ്റെ മുകളിലേക്ക് ഒരു നടപടിയും യമൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യൻ എംബസിയെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും അറിയിക്കാതെ അങ്ങനെ പെട്ടെന്ന് ഒരു തൂക്കിലേറ്റുക എന്ന് പറയുന്ന ഒരു നിയമ നടപടിയിലേക്ക് ഒരു സർക്കാരും ഒരു രാജ്യവും പോവുകയില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതുപോലെ തന്നെ അതിൽ AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് നടത്തിയ ചെറിയ ഒരു പരാമർശങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. കൊലക്കുറ്റം ചെയ്ത ആൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വിഷയം മാത്രമല്ല, അങ്ങനെ പല സംഭവങ്ങളും നാം ചെയ്തു കൊടുക്കാറുണ്ട്. ഇത് വളരെ പ്രസിദ്ധമായി എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ സമാധാന സൗഹൃദം ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അക്രമവും അനീതിയും ഇവിടെ ഉണ്ടാവുകയില്ല. അദ്ദേഹം വരുമെന്നാണ് പ്രതീക്ഷ ഇപ്പോഴും ഉള്ളത്. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ AP അബൂബക്കർ മുസ്ലിയാർ അതിനെ നമുക്ക് ഇസ്ലാമിക വിവക്ഷയിൽ എന്താണ് ഞാൻ ചെയ്തത് എന്ന് നമ്മെ വിശദീകരിക്കുകയാണ്. അദ്ദേഹം മനുഷ്യ നന്മ മുൻനിർത്തി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സഹിഷ്ണുത, സാഹോദര്യം, അതുപോലെ തന്നെ വിട്ടുവീഴ്ച എന്നിവ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം ഒരു കേസിൽ ഇടപെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ ഉള്ള ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊലപാതകത്തിന് നമുക്ക് ക്ഷമിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കാം, അതുപോലെ തന്നെ ദിയാദനം സ്വീകരിച്ചുകൊണ്ടും നമുക്ക് മാപ്പ് കൊടുക്കാം എന്നുള്ള കാര്യം അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ ചെയ്തത് എന്ന് ഒന്നുകൂടി അക്കമിട്ട് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് പറയുകയാണ്. ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം സമുദായത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് അദ്ദേഹത്തെ വിമർശിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്നും വളരെ രൂക്ഷപരമായ വിമർശനമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ കടന്നുപോയത്. 25-ാം തീയതി നിമിഷപ്രിയക്ക് വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണെന്നും കാന്തപുരം മൂടി ഒളിച്ചു എന്നിവരെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ടാഗ്ലൈനോട് കൂടിയ ഒരുപാട് ചർച്ചകൾ നമ്മൾ കണ്ടു കാണും. അതിൽ നിന്നെല്ലാം ആ പാവപ്പെട്ട മനുഷ്യൻ ഒരുപാട് സങ്കടവും അതുപോലെ തന്നെ വിഷമവും അദ്ദേഹം അനുഭവിച്ച് കാണും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശങ്ങൾ ഇപ്പോൾ നടത്തേണ്ടി വന്നത്. തീർച്ചയായിട്ടും ഇതിൽ സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ കേസിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് യമനിൽ
കാർമ്മികത്വം വഹിച്ച അവിടുത്തെ മതപണ്ഡിതൻ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കേരളം സന്ദർശിക്കാൻ വേണ്ടി AP അബൂബക്കർ മുസ്ലിയാർ അടുത്തേക്ക് വരുന്നു എന്നുള്ളത് നമ്മെക്കുറിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. ആ വാർത്ത നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ചർച്ചകൾ ഇവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിനെ ധരിപ്പിക്കാനും ഈ കുടുംബത്തിനെ കാണിച്ചു കൊടുക്കുവാനും ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ ജയിൽ മോചനം നമുക്ക് അരികെ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. എന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും എന്നുള്ള ഡേറ്റ് മാത്രമേ ഇനി പ്രഖ്യാപിക്കാനുള്ളൂ. ഏകദേശം അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും അത് മർക്കസിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവാൻ വേണ്ടി പോകുന്നു എന്ന് അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് യമൻ സർക്കാരുമായിട്ടും അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിയുമായിട്ടും എല്ലാം ചർച്ചയ്ക്ക് ഒരു കളമൊരുക്കിയത്. അദ്ദേഹം ഈ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഞാൻ പലപ്പോഴായി പറഞ്ഞു, കെ പോളിനെ പോലുള്ള വൃത്തികെട്ട മനുഷ്യൻ്റെ കൂടെയാണ് നമ്മുടെ നിമിഷപ്രിയയുടെ അമ്മയും അതുപോലെ തന്നെ നിമിഷപ്രിയയും അദ്ദേഹത്തിൻ്റെ ഭർത്താവും ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ വളരെ സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും കാലമായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി പ്രവർത്തിച്ച AP ഉസ്താദിനെ വരെ തള്ളിപ്പറയാൻ അവർ ഇപ്പോൾ മനസ്സ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് വല്ലാത്തൊരു നന്ദികേടാണ് എന്ന് തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ പറയേണ്ടതായിട്ട് വരികയാണ്. അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു നന്ദികേടായി പോകും എന്നുള്ളതാണ്. ആ സഹോദരിയുടെ ജീവന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ സഹോദരി തെറ്റ് ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുകയാണ്, 100% നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ ഒരു കുറ്റവാളിയാണ്. പക്ഷേ ആ കുറ്റം ചെയ്ത് കഴിഞ്ഞാലും അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വകുപ്പ് ഇസ്ലാമിൻ്റെ നിയമത്തിലുള്ളത് കൊണ്ട് അത് തന്നെയാണ് AP അബൂബക്കർ മുസ്ലിയാർ ഉപയോഗപ്പെടുത്തിയത്. അങ്ങനെ കൊടുക്കുന്ന പക്ഷത്ത് മാത്രമേ ഈ സഹോദരിക്ക് മാപ്പ് അല്ലെങ്കിൽ ദിയാദനം സ്വീകരിച്ചുകൊണ്ട് ജയിൽ മോചനം സാധ്യമാവുകയുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് കടമ്പകൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരം കെ പോളിനെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഇതിൽ ഇടങ്കോലിട്ടുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് കുളമാക്കാനാകുമോ എന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അത്തരം സാഹചര്യങ്ങളിലേക്ക് ദയവ് ചെയ്ത് നിമിഷപ്രിയയുടെ അമ്മയും അതുപോലെ തന്നെ നിമിഷപ്രിയയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും യാതൊരു കാരണവശാലും നീങ്ങാൻ വേണ്ടി പാടില്ല എന്ന സവിനയം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വരാൻ നമ്മുടെ ദൈവം അവർക്ക് നല്ല ബുദ്ധിയും അതുപോലെ തന്നെ മനസ്സും കൊടുക്കട്ടെ. തീർച്ചയായിട്ടും AP ഉസ്താദിനും അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻ കമ്മിറ്റിയും പൂർവാധികം ശക്തിയോടെ ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഒരു വിധിയോട് കൂടി കിട്ടിയിട്ടുണ്ട്. ഇനിയും AP ഉസ്താദിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സമീപിച്ച് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള യാത്ര സുഖകരമായിരിക്കുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.